കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. 3 സെറ്റ് ഉണ്ടായിരുന്നു, എ, ബി, സി. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫങ്ഷനാണ് എഫ് എന്ന് വെച്ചാൽ എഫ് ഫ്രം എ ടു ബി ആണ്. അതേപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഫങ്ഷനാണ് ജി, ദാറ്റ് ഈസ് ജി ഫ്രം ബി ടു സി ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സിയിലോട്ടുള്ള ഫങ്ഷൻ മനസ്സിലായല്ലോ. എയിൽ നിന്ന് സിയിലോട്ടുള്ള ഫങ്ഷന് നമ്മൾ പറയുന്ന പേരാണ് ജി കോമ്പസിഷൻ എഫ്. ഈ നടുക്കിടുന്ന ഡോട്ടിനെ നമ്മൾ കോമ്പസിഷൻ എന്നാണ് പറയുന്നത്. സോ എയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന ഫങ്ഷന് നമ്മൾ പറയുന്ന പേരാണ് ജി കോമ്പസിഷൻ എഫ്. ഓർക്കുക, ഇവിടെ എ ടു ബി എഫ് ആയിരുന്നു, ബി ടു സി ജി ആയിരുന്നു. നമ്മൾ എയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന ഫംഗ്ഷനെ കണ്ടോ, ജി കോമ്പസിഷൻ എഫ് എന്നാണ് പറയുന്നത്. മനസ്സിലല്ലേ? അല്ലാതെ എഫ് കോമ്പസിഷൻ ജി എന്നല്ല, ജി കോമ്പസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന ഫംഗ്ഷനാണ്. തെറ്റിപ്പോകരുത്. ഇവിടെ നമ്മൾ ആദ്യം എഫ് എഴുതി, രണ്ടാമത് ജി എഴുതി. സോ ജി കോമ്പസിഷൻ എഫ് എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചാണെന്ന് വിചാരിക്കരുത്. എയിൽ നിന്ന് സിയിലോട്ട് പോകുന്ന ഫംഗ്ഷന് പറയുന്ന പേരാണ് ജി കോമ്പസിഷൻ എഫ്. ജി കോമ്പസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നമുക്ക് ജി കോമ്പസിഷൻ എഫ് ഓഫ് 1 എന്ന് എഴുതാം. ജി കോമ്പസിഷൻ എഫ് ഓഫ് 1. ഇതിൻ്റെ അർത്ഥം എന്താ ജി കോമ്പസിഷൻ എഫ്? എയിൽ നിന്ന് സിയിലോട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജി കോമ്പസിഷൻ എഫിൻ്റെ അർത്ഥം 1ൻ്റെ സിയിലുള്ള ഇമേജ് എന്ന അർത്ഥം. എ ടു ബിയിലുള്ള 1ൻ്റെ ഇമേജ് നോക്കണം. ഏതാണത്? എ. അപ്പം ഇവിടെ നമുക്ക് 1ൻ്റെ ഇമേജ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിക്കേ, 1ൻ്റെ ഇമേജ് ഇവിടെ എ ആയിരുന്നു. ഈ എയുടെ ഇമേജ് 4 ആണ്. സോ ജി കോമ്പസിഷൻ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇതേപോലെ ജി കോമ്പസിഷൻ എഫ് ഓഫ് 2 എത്ര ആയിരിക്കും? 2ൻ്റെ ഇമേജ് ഇവിടെ സ്മോൾ ബി ആണ്. ഈ സ്മോൾ ബിയുടെ സിയിലുള്ള ഇമേജ് 5 ആണ്. സോ ഇങ്ങനെ പോയാൽ 2ൻ്റെ ഇമേജ് ഇങ്ങനെ ചെന്ന് 5 ആയിരിക്കും. ഇതേപോലെ ജി കോമ്പസിഷൻ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞേ? 3 ടു സി, സിയിൽ നിന്ന് 6. ഇതാണ് നമ്മുടെ കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസിൻ്റെ കൺസെപ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻസ് പറയാം. ഇതെല്ലാം മനസ്സിലാക്കണം, അതിലുപരി നന്നായിട്ട് കാണാതെ പഠിക്കണം. എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോർമുല. ഈ കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനെ കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അതായത് എഫ് കോമ്പസിഷൻ ജി ചെയ്യുമ്പോഴും ജി കോമ്പസിഷൻ എഫ് ചെയ്യുമ്പോഴും നമുക്ക് ഐ കിട്ടുമെന്നിരിക്കട്ടെ. ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ, എഫ് കോമ്പസിഷൻ ജി ചെയ്യുമ്പോൾ ഐ ഓഫ് വൈ കിട്ടണം, ജി കോമ്പസിഷൻ എഫ് ചെയ്യുമ്പോൾ ഐ ഓഫ് എക്സ് കിട്ടണം. കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ഐ ഓഫ് വൈ, ഐ ഓഫ് എക്സ് എന്നൊക്കെ ഉള്ളത്? കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ നമ്മളിത് ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻസ് ഇപ്പോഴേ ഒന്ന് പഠിച്ചിരിക്കുക. കണക്ക് ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും. സോ എഫ് കോമ്പസിഷൻ ജി ചെയ്യുമ്പം ഐ കിട്ടണം, ജി കോമ്പസിഷൻ എഫ് ചെയ്യുമ്പോഴും ഐ കിട്ടണം. അതായത് എഫ് കോമ്പസിഷൻ ജി ചെയ്യുമ്പോഴും ജി കോമ്പസിഷൻ എഫ് ചെയ്യുമ്പോഴും ഐ കിട്ടുമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഈസ് ഇൻവേർട്ടിബിൾ. നിങ്ങൾ ഓർത്തോണം, എഫ് ഈസ് ഇൻവേർട്ടിബിൾ. എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ജി ആയിരിക്കും. മനസ്സിലായല്ലോ? എഫ് കോമ്പസിഷൻ ജി ചെയ്യുമ്പോഴും ജി കോമ്പസിഷൻ എഫ് ചെയ്യുമ്പോഴും ഐ കിട്ടുന്നുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ജി ആയിരിക്കുമെന്ന്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ ആൻഡ് ഹെൻസ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ് എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ എക്സസൈസിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ നോക്കേണ്ടത് എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫും ഐ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ജി ആയിരിക്കും. എഫ് കോമ്പസിഷൻ ജിയുടേതും ജി കോമ്പസിഷൻ എഫിൻ്റെയും ഒക്കെ ഫോർമുല തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. കണക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ പറഞ്ഞു തരാം. എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ചെയ്യുമ്പം
എക്സ് ആണ് കിട്ടുന്നതിരിക്കട്ടെ, എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നതിരിക്കട്ടെ. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ, എഫ് തന്നെ. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. സോ ഈ 3 ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാട്ട്. എഫ് കോമ്പസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫും ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലിമെന്റായ ഐ ആണ് കിട്ടുന്നതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന്. അതേപോലെ തന്നെ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ, എഫ് ഇറ്റ് സെൽഫ് എന്ന് പറയാൻ പറ്റും. ശരി, ഇനി ഈ 3 ഇക്വേഷൻസ് അല്ലാതെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. അത് ആക്ച്വലി ഈ ഒരു പോർഷൻ്റെ ഭാഗമല്ല, നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചൊരു പോർഷൻ്റെ ഭാഗമാണ്. ഈ ഇൻവേഴ്സിനെ കുറിച്ച് പറയുമ്പം എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫും ഐ കിട്ടുകയാണെങ്കിൽ നമുക്കത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്, അത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയുന്നൊക്കെ പറഞ്ഞു. ഇതല്ലാതെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ ഇഫ് എഫ് ഈസ് 1 ആൻഡ് ഓൺ ടു ആണെങ്കിലും നമുക്ക് പറയാം എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്ന് പറയാം. കേട്ടല്ലോ? മനസ്സിലായി? അല്ലെങ്കിൽ എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. ഇപ്പം എഫ് ഈസ് 1 ആൻഡ് ഓൺ ടു ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്ന്, അല്ലെങ്കിൽ എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇപ്പം ഇങ്ങനെയും പറയാം, എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫും ഐ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എഫ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ 1 ഓൺ ടു ആണെങ്കിലും നമുക്ക് പറയാം അത് ഇൻവേർട്ടിബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഒരു 1 ഓൺ ടു ഫംഗ്ഷൻ നമുക്കൊന്നൊരു എക്സാമ്പിൾ വരയ്ക്കാം. കണ്ടില്ലേ? ഈ ഫംഗ്ഷൻ ഒരു 1 ഓൺ ടു ഫംഗ്ഷനാണ്. അതായത് എയിലുള്ള എല്ലാ എലമെൻസിനും സെപ്പറേറ്റ് ഇമേജാണ് ഉള്ളത്. കണ്ടില്ലേ? എയിലുള്ള എല്ലാ എലമെൻസിനും സെപ്പറേറ്റ് ഇമേജാണ്. അതേപോലെ ബിയിലുള്ള എല്ലാ എലമെൻസും ആരുടെയെങ്കിലുമൊക്കെ ഇമേജാണ്, അല്ലെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെൻസിനും ഒരു പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇതൊരു 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷനാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതൊരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയിരിക്കും. ഇത് ഓർക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര? എഫ് ഓഫ് 1 എ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് പറയുമ്പോൾ തിരിഞ്ഞു വരും. എഫ് ഇൻവേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എ ടു ബി ആ, അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ടു എ ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇതേപോലെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇൻവേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അങ്ങ് പറഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടി പറയാം, ഇൻവേഴ്സിൻ്റെ 2 കണ്ടീഷനുണ്ട്. എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫും ഐ ആണെങ്കിലും അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. എഫ് ഈസ് 1 ആൻഡ് ഓൺ ടു ആണെങ്കിലും അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. കേട്ടല്ലോ? എക്സസൈസ് 1.3 ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ എക്സസൈസിലെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എഫ് നമുക്ക് തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, 2 ഫംഗ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ജി കോമ്പസിഷൻ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും ഒരു ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ ചെയ്യിപ്പിച്ച പോലെ ഒരു ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമേ നമ്മൾ എഫ് വരയ്ക്കണം. കണ്ടോ? എഫിലെ ആദ്യത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 3, 4. അത് എഴുതുക. 1, 3, 4. രണ്ടാമത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 5, 1 എഴുതുക. നോക്കിക്കേ, 1, 2. സോ 1, 2. പിന്നെ 3, 5. 3, 5. 4, 1. 4, 1. ഇനി ജി കണ്ടോ? ഫസ്റ്റ് എലമെൻറ്റ്സ് 1, 2, 5 കണ്ടില്ലേ? 1, 2, 5 ഉണ്ട്. ഇനി സെക്കൻഡ് എലമെൻറ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ. ഏതൊക്കെയാണ് സെക്കൻഡ് എലമെൻറ്റ്സ്? 3, 1 മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ജി എന്ന് പറഞ്ഞാൽ 1, 3 കണ്ടോ? 1, 3. പിന്നെ 2, 3. സോ 2, 3. പിന്നെ 5, 1. 5, 1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ജി കോമ്പസിഷൻ എഫ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ ജി കോമ്പസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ജി കോമ്പസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഫംഗ്ഷന് പറയുന്ന പേരാണ് ജി കോമ്പസിഷൻ എഫ് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കോമ്പസിഷൻ എഫ് എന്ന് എഴുതാമോ? ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്യിപ്പിച്ചതാണ്. എന്താ ജി കോമ്പസിഷൻ എഫ്? എ തൊട്ട് സി വരെ കണ്ടോ? 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്. സോ 1ൻ്റെ ഇമേജ് ഏതാ? സിയിലേത് 1, 3. അതാണ് നമ്മുടെ ഫസ്റ്റ് എലിമെൻറ്റ്. രണ്ടാമത്തെ ഏതാണ്?
3യുടെ ഇമേജ് 5, 5ൻ്റെ ഇമേജ് 1. സോ രണ്ടാമത്തേത് ഏതാണ്? 3, 1. ഇനി 4ൻ്റെത് വേണമല്ലോ. 4ൻ്റേത് 1ലോട്ട്, 1ൽ നിന്ന് 3യിലോട്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ 4, 3. ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫുമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മ കാണും. എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആദ്യം, അല്ലേ? അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്താണ് എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ് ഞാൻ ഫോർമുല പറഞ്ഞത്. ഈക്വൽസ് എഫ് ഓഫ് എന്താ ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കണ്ടോ, മോഡുലസ് 5x - 2 അതേപോലെ ഇവിടെ എടുത്ത് കൊടുക്കണം, മോഡുലസ് 5x - 2. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇല്ലേ, ഇതാ എഫ് ഓഫ് എക്സ് കണ്ടോ, എഫ് ഓഫ് ഈ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ വാല്യൂ കൊടുക്കണം. സോ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു എഫ് ഓഫ് എക്സ്? മോഡുലസ് അല്ലേ? എക്സിന് പകരം എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേ? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യൂ. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യൂ ഏതാ? മോഡുലസ് 5x - 2. അപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്ത് 2 മോഡുലസ് ആയി. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പം മോഡുലസ് -2 എത്ര? മോഡുലസ് -2 2 ആണ്. ഇതിനെ പുറത്ത് ഒരു മോഡുലസ് കൂടി ഇട്ടെന്നിരിക്കട്ടെ, പ്രത്യേകിച്ച് യാതൊരു വാല്യൂവിന് യാതൊരു ചേഞ്ചും ഇല്ല. സ്റ്റിൽ അത് എന്ത് തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 2 മോഡുലസ് ഇടേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു മോഡുലസ് ഇട്ടാൽ മതി. സോ ഈക്വൽസ് ഈ ഏറ്റവും നമ്മളിതിൽ ഏതെങ്കിലും ഒരു മോഡുലസ് ഇട്ടാൽ മതി, 2 ഇടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വാല്യൂവിന് യാതൊരു ചേഞ്ചും വരത്തില്ല. സോ ഈക്വൽസ് മോഡുലസ് 5x - 2. ഇനി കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പസിഷൻ എഫ് ആണ്. സോ ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്താ ജി ഓഫ് എഫ് ഓഫ് എക്സ്? ജി ഓഫ് എന്തായിരുന്നു എഫ് ഓഫ് എക്സ്? ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എത്രയാണത്? മോഡുലസ് എക്സ് ഈസ് ഈക്വൽ ടു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കണ്ടോ, ജി ഓഫ് എന്നാ പറഞ്ഞേക്കുന്നത്. സോ ജി ഓഫ് എക്സ് എടുക്കണം. കണ്ടോ, ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിലെ എക്സിന് പകരം ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂ ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിലെ എക്സിന് പകരം ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂ ഇട്ട് കൊടുക്കണം. സോ എത്ര ജി ഓഫ് എക്സ്? മോഡുലസ് 5x - 2 ആ. ഈ എക്സിന് പകരം എന്ത് ചെയ്യണം? ഈ ജി ഓഫ് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂ എന്ത് കൊടുക്കണം? മോഡുലസ് x - 2. ഇത്രയുള്ള ആൻസർ. ഇവിടുത്തെ പോലല്ല, ഇവിടെ ഒരു മോഡുലസിൻ്റെ പുറത്ത് അല്ലെ, ഈ ഹോൾ ഫംഗ്ഷന് ശേഷമായിരുന്നൊരു മോഡുലസ്, അതിൻ്റെ പുറത്ത് പിന്നെയും ഒരു മോഡുലസാണ് വന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു മോഡുലസ് എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനല്ല, എക്സിന് മാത്രമാണ് അകത്തൊരു മോഡുലസ്, പിന്നെ പുറത്ത് വേറെ ഒരു മോഡുലസ്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ എഴുതണം. ഇവിടുത്തെ ഒരു മോഡുലസ് നമുക്ക് കളയായിരുന്നു, ഇവിടെ അങ്ങനെ കളയാൻ പറ്റത്തില്ല. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എഫ് കോമ്പസിഷൻ ജി ഉണ്ട്, ജി കോമ്പസിഷൻ എഫ് ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. എഫ് ഓഫ് എക്സ് ഉണ്ട്, ജി ഓഫ് എക്സ് ഉണ്ട്. എഫ് കോമ്പസിഷൻ ജിയും ജി കോമ്പസിഷൻ എഫും കണ്ടുപിടിക്കണം. സോ എഫ് കോമ്പസിഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടല്ലോ, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽസ് എഫ് ഓഫ് എന്തായിരുന്നു ജി ഓഫ് എക്സ്? x⁻⁴ ഈക്വൽസ്. ഇനി എന്താ ചെയ്യണ്ടേ? തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, അതിലെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഈ x⁻⁴ കൊടുക്കണം. മനസ്സിലായല്ലോ? തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് നോക്കണം, അതിലെ എക്സിന് പകരം ഈ ബ്രാക്കറ്റിലുള്ള x⁻⁴ ഇട്ട് കൊടുക്കണം. സോ 8 എക്സിന് പകരം എന്ത് കൊടുക്കണം? x⁻⁴ കൊടുക്കണം. തീർന്നോ? ഈ x³ സോ ഈ ക്യൂബ് പുറത്ത് വരും. മനസ്സിലായല്ലോ? 8 × x³ ആണ് നമ്മുടെ ഫംഗ്ഷൻ. ആ എക്സിന് പകരം മനസ്സിലായോ? 8 കണ്ടോ, x³ ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. ഈ എക്സിന് പകരം അല്ല, ഈ എഴുതുന്ന എക്സിന് പകരം ബ്രാക്കറ്റിലുള്ള x⁻⁴ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനിയും ജോലി എളുപ്പമായല്ലോ. ഈക്വൽസ് 8 എത്ര? x⁻⁴ the whole raised to 3. എത്ര? a⁻m the whole raised to n.
എ റേസ് ടു എം എന്നാ അല്ലേ, എ റേസ് ടു എം ഇൻറ്റു എൻ. സോ എക്സ് റേസ് ടു 1/3 ദ ഹോൾ റേസ് ടു 3 എത്ര, എക്സ് റേസ് ടു 1/3 ഇൻറ്റു 3 അല്ലേ. ഈ 3യും 3യും ക്യാൻസൽ ആകും. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്, 8 ഇൻറ്റു എക്സ്. സോ ഈക്വൽ ടു 8x. ഇതാണ് എഫ് കോമ്പോസിഷൻ ജിയുടെ ആൻസർ. ഇനി നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് ജി ഓഫ് എത്രയാണ് ഇവിടെ എഫ് ഓഫ് എക്സ്, 8x³ അല്ലേ, ഈക്വൽസ്. ഇനി എന്താ ചെയ്യണ്ടേ, തന്നിരിക്കുന്ന ജി ഓഫ് എക്സ് നോക്കണം. കണ്ടോ ഇത് ഇവിടെ ജി ആണല്ലോ. സോ ജി ഓഫ് എക്സ് നോക്കുക. ജി ഓഫ് എക്സിനകത്ത് ജി ഓഫ് എക്സിൽ എക്സിന് പകരം ഈ ബ്രാക്കറ്റിലെ വാല്യൂ ഇട്ട് കൊടുക്കണം. എന്തായിരുന്നു ജി ഓഫ് എക്സ്, എക്സ് റേസ് ടു 1/3 അല്ലേ, റേസ് ടു 1/3 ആ എക്സിന് പകരം ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂ ഏതാണത്, 8x³ ഇട്ട് കൊടുക്കണം. സോ 8 റേസ് ടു 1/3 ഇൻറ്റു x³ റേസ് ടു 1/3. 8 എന്ന് പറഞ്ഞാൽ 2³ ഇൻറ്റു x³ ആണല്ലേ, ദ ഹോൾ റേസ് ടു 1/3. സോ ഇതെന്ത് വരും, 2x ദ ഹോൾ റേസ് ടു 3 അല്ലേ, ദ ഹോൾ റേസ് ടു 1/3. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമിലാണല്ലോ. എത്ര വരും ഇത്, 2x ദ ഹോൾ റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എൻ 3 ഇൻറ്റു 1/3. 3യും 3യും ക്യാൻസൽ ആകും. 2x ആണ് നമ്മുടെ ആൻസർ. എഫ് കോമ്പോസിഷൻ ജിയും കിട്ടി, ജി കോമ്പോസിഷൻ എഫും കിട്ടി. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x + 3/6x - 4. ഷോ ദാറ്റ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണോ ചെക്ക് ചെയ്യുക. സോ കണ്ടുപിടിക്കാമല്ലോ. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എത്ര ആയിരിക്കും, എഫ് ഓഫ് എന്ത് തന്നെ, എഫ് ഓഫ് എക്സ് തന്നെ ഈക്വൽസ് എഫ് ഓഫ് എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ്, 4x + 3/6x - 4 അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാമോ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ കണ്ടോ എഫ് ഓഫ്, അപ്പം തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എടുക്കണം. അതിലെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 4x + 3/6x - 4 കൊടുക്കണം. മനസ്സിലായല്ലോ. എവിടൊക്കെ എക്സ് വരുന്നുണ്ട് എഫ് ഓഫ് എക്സിൽ, ആ എക്സിന് പകരം ഈ ബ്രാക്കറ്റിലുള്ള 4x + 3/6x - 4 കൊടുക്കണം. അപ്പോൾ എവിടെയൊക്കെ കൊടുക്കണം, കണ്ടോ ഇവിടെ ഒരു എക്സ് ഉണ്ട്, അവിടെ ഈ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം, 4x + 3/6x - 4 കൊടുക്കണം. അതേപോലെ താഴെ കണ്ട ഒരു എക്സ് ഉണ്ട്, ആ എക്സിന് പകരം നമ്മൾ 4x + 3/6x - 4 കൊടുക്കണം. കൊടുക്കാമല്ലോ. സോ 4 ഇൻറ്റു എക്സ്, എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 4x + 3/6x - 4 പിന്നെ +3 ഹോൾ ഡിവൈഡ് ബൈ താഴെ കണ്ടോ 6 ഉണ്ട്, 6 ഇൻറ്റു എക്സിന് പകരം പിന്നെ ഇത് തന്നെ കൊടുക്കണം. എവിടെല്ലാം ഈ തന്നിരിക്കുന്ന ഫങ്ഷൻസിൽ എഫിൽ, ഈ തന്നിരിക്കുന്ന എഫിൽ എവിടെല്ലാം എക്സ് വരുന്നുണ്ടോ ആ എക്സ് വരുന്നിടത്തെല്ലാം 4x + 3/6x - 4 കൊടുക്കണം. അപ്പോൾ താഴെ കണ്ടോ ഇവിടെ ഒരു 6x ഉണ്ട്, ആ എക്സിന് പകരം നമുക്ക് 4x + 3/6x - 4 -4 കണ്ടോ, -4 എഴുതി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം, അതാണ് നമ്മുടെ അടുത്ത ജോലി. കണ്ടോ ഇവിടെ 6x + 4 LCM ഉണ്ടല്ലോ താഴെ. ശരി, 4 × 4 16x + 4 × 3 12 പ്ലസ് ഈ 6x - 4 LCM ആണല്ലോ, അതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. സോ 3 × 6 18x, 3 × -4 -12 ഹോൾ ഡിവൈഡ് ബൈ 6x - 4 തീർന്നില്ല, ഹോൾ ഡിവൈഡ് ബൈ 6 × 4 24x, 6 × 3 +18. പിന്നെ ഇവിടെ കണ്ടോ 6x - 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം LCM എടുക്കാൻ. സോ -4 × 6x -24x, -4 × -4 +16 ഹോൾ ഡിവൈഡ് ബൈ 6x - 4. ഈ രണ്ടിടത്തെയും 6x - 4 ക്യാൻസൽ ആകും. ഇവിടെ കണ്ടോ
-12ഉം +12ഉം ക്യാൻസൽ ആകും. ഇവിടെ ഒരു 24x -24x ക്യാൻസൽ ആകും. ബാക്കി 16x + 18x എത്രയാണത്? 34x ഡിവൈഡഡ് ബൈ 18 + 16 എത്രയാണത്? 34. സോ 34ഉം 34ഉം ക്യാൻസലായി നമുക്ക് എക്സ് കിട്ടും. നമ്മൾ എവിടെ തുടങ്ങിയത്? എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിലാണ് തുടങ്ങിയത്. സോ നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എത്ര കിട്ടി? എക്സ് കിട്ടി. അതൊന്ന് എടുത്തെഴുതാമല്ലോ. ഇംപ്ലൈസ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ്. അപ്പോൾ നമ്മളിവിടെ ഷോ ദാറ്റ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് ചോദിച്ചിരുന്നു. അത് നമുക്ക് കിട്ടുകയും ചെയ്തു. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്നവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ 3 ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. അതിലെ മൂന്നാമത്തെ ഇക്വേഷൻ ഇഫ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഇൻവേഴ്സ്? എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ആ മൂന്നാമത്തെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നെ കിട്ടിയത്. നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ? എഫ് തന്നെ. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? എഫ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ? എഫ് എന്ന് പറയാൻ എന്തുവാ? എഫ് ഓഫ് എക്സ് തന്നെ. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു എഫ് ഓഫ് എക്സ്? 4x + 3/6x - 4 തന്നെ ആയിരിക്കും. ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് വെദർ ഫോളോയിങ് ഫങ്ഷൻസ് ഹാവ് ഇൻവേഴ്സ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇൻവേഴ്സിൻ്റെ 2 കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അതിൽ ഇങ്ങനൊരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അതൊന്ന് പറയാം. കണക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഡയഗ്രം വരച്ച് നോക്കുന്നതാണ് ഇക്കാര്യത്തിൽ നല്ലത്. ഡൊമെയിൻ ഏതാണ്? 1 2 3 4 1 2 3 4. കോഡൊമെയിൻ ഏതാണ്? 10. ഫങ്ഷൻസ് അല്ലേ? ഈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് 1 10. സോ 1 10 2 10 3 10 4 10. State with reason whether the following functions have inverse. So ഇൻവേഴ്സ് ആകണമെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ 1 1ഉം 2ഉം ആണെങ്കിൽ നമുക്ക് പറയാം അതിന് ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളത്. ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതികളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഈ കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് പറയാം. അല്ലാതെ 1 1ഉം 2ഉം ആണെങ്കിലും ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഇത് 1 1 ആണോ 2 ആണോ എന്ന്. 2 ആണ്. കാരണം ഈ കോഡൊമൈനിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ. അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഇത് 2 ആണ്. 1 1 ആണോ? നോക്കിക്കേ, ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും സെപ്പറേറ്റ് ഇമേജ് ആണോ? അല്ല. കണ്ടില്ലേ? കണ്ടോ? 1നും 2നും 3ക്കും 4ഉം എല്ലാം ഒറ്റ ഇമേജേ ഉള്ളൂ. 10 എന്നുള്ള ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എന്തല്ല. എപ്പോഴാണ് ഇൻവേഴ്സ് ഉള്ളത്? 1 1ഉം ആകണം. അതേപോലെ 2ഉം ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഓർക്കുക, ഒരേ സമയം 1 1ഉം ആകണം, അതേപോലെ 2ഉം ആകണം. ഇത് രണ്ടും ഒരേ സമയത്ത് വരണം. എന്നാൽ മാത്രമേ നമുക്കതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഈ ഫംഗ്ഷൻ 1 1 അല്ല. കാരണം ഇത് ഈ ഡൊമൈനിലുള്ള എല്ലാ എലമെന്റിനും സെയിം ഇമേജ് ആണ്, അല്ലേ? 1 1ന്റെ കണ്ടീഷൻ അനുസരിച്ച് ഡൊമൈനിലുള്ള എല്ലാ എലമെന്റ്സിനും സെപ്പറേറ്റ് ഇമേജ് വേണമെന്നുള്ളതായിരുന്നു കണ്ടീഷൻ. പക്ഷെ ഇവിടെ അതല്ല. ഈ ഡൊമൈനിലുള്ള എല്ലാ എലമെന്റ്സിനും സെയിം ഇമേജാണ്. സോ ഇതെന്തല്ല? എഫ് ഈസ് നോട്ട് 1 1. 1 1 അല്ലെങ്കിൽ പിന്നെ എന്തും ആയിരിക്കത്തില്ല. എഫ് ഡസ് നോട്ട് ഹാവ് ആൻ ഇൻവേഴ്സ്. ഇതേപോലെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടില്ലേ? 5 6 7 8 നമ്മൾ ഡൊമൈനിലുണ്ട്. 1 2 3 4 കോഡൊമൈനിലും 5 4. സോ ദിസ് ഈസ് 5 4. പിന്നെ 6 3 6 3 7 4 7 4 8 2. ഇത് 1 1 ആണോ? 1 1 അല്ല. എന്താ കാരണം? 5നും 7നും സെയിം ഇമേജാണ്. കണ്ടില്ലേ? 5നും 7നും സെയിം ഇമേജാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? 1 1 അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഹിയർ ഓൾസോ എഫ് ഈസ് നോട്ട് 1 1. ദെയർഫോർ എഫ് ഡസ് നോട്ട് ഹാവ് ആൻ ഇൻവേഴ്സ്. തൊട്ടുമ്പത്തെ കേസ് പോലെ. ഈ 1 1 ആൻഡ് 2നെ കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് 1 1 അല്ലെന്നുള്ളത് മനസ്സിലായി. ഇതിന് 2 ആണോ? ചുമ്മാ ഓർത്ത് ഇത് 2 ആണോ? 2 അല്ല. കാരണം എന്താണെന്ന് അറിയാമോ? കണ്ട, ഈ കോഡൊമൈനിലെ 1ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇത് 2 അല്ല. 1 1 അല്ല,
ഓൺ ടു അല്ല. ഇത് ഓൺ ടു ആയിരുന്നോ? ഇത് ഓൺ ടു ആണ്. കാരണം കോഡൊമൈനിൽ ആകെ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ 10. അതിന് പ്രീ ഇമേജും ഉണ്ട്. അതുകൊണ്ട് ഇത് ഓൺ ടു ആണ്, ഇത് ഓൺ ടു അല്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കേസ് ഉണ്ടോ? 2, 3, 4, 5 ഉണ്ട്. 7, 9, 11, 13 ഉണ്ട്. 2-ൻ്റെ ഇമേജ് 7, 2-ൻ്റെ ഇമേജ് 7, 3-യുടെ ഇമേജ് 9, സോ 3-യുടെ ഇമേജ് 9 ആണ്. 4-ൻ്റെ ഇമേജ് 11 ആണ്, സോ 4-ൻ്റെ ഇമേജ് 11. 5-ൻ്റെ ഇമേജ് 13 ആണ്, സോ 5-ൻ്റെ ഇമേജ് 13. നോക്കിക്കേ, 1, 1 ആണോ? ഈ ഡൊമൈനിലുള്ള എല്ലാ എലമെൻസിനും സെപ്പറേറ്റ് ഇമേജ് ആണ്. ഓൺ ടു ആണോ? ഓ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റും ആരുടെയെങ്കിലും ഒക്കെ ഇമേജ് ആയിരിക്കും. കണ്ടോ, 7-ന് പ്രീ ഇമേജ് ഉണ്ട്, 9-ന് പ്രീ ഇമേജ് ഉണ്ട്, 11-ന് പ്രീ ഇമേജ് ഉണ്ട്, 13-ന് പ്രീ ഇമേജ് ഉണ്ട്. സോ ഹിയർ എഫ് ഈസ് എന്താണ്? 1, 1 ആൻഡ് ഓൺ ടു. അതിൻ്റെ അർത്ഥം എന്താണ്? 1, 1ഉം ഓൺ ടു ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഈസ് ഇൻവേർട്ടിബിൾ, അല്ലെങ്കിൽ എഫ് ഹാസ് ആൻ ഇൻവേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇച്ചിരിയൊക്കെ തിയറിയാണ്. ജസ്റ്റ് ഫോർമുല മാത്രം പഠിച്ചാൽ തീരുന്ന കേസ് കേട്ടല്ല. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ 6, 7, 8, 9, 14 ഇത്രയും ക്വസ്റ്റ്യൻസ് തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്തു തരുന്നതാണ്. ഓർക്കുക, 6, 7, 8, 9, 14 ഇത്രയും ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മളിനി ചെയ്യുന്നത് 11ാമത്തെ ക്വസ്റ്റ്യനും അതിനുശേഷം 13ാമത്തെ ക്വസ്റ്റ്യനുമാണ്. ഇന്നിനി നമ്മൾ 2 ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. ഒന്ന് 11ഉം ഇനി 13ാമത്തെ ക്വസ്റ്റ്യനും. ഇത്രയും ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ. ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f(1) = എക്സെട്ര തന്നിട്ടുണ്ട്. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് = എഫ് എന്ന് കണ്ടുപിടിക്കാനാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കെപ്പോഴും നല്ലതൊരു ഡയഗ്രം വരയ്ക്കുക എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനൊരു ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ശരി, ഡൊമൈനും കോഡൊമൈനും വരച്ചിട്ടുണ്ട്. f(1) = a, 1-ൻ്റെ ഇമേജ് a ആണ്. f(2) = b, 2-ൻ്റെ ഇമേജ് b ആണ്. f(3) = c, 3-യുടെ ഇമേജ് c ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫ് ഒന്ന് എഴുതാമോ? f = എങ്ങനെ നമ്മുടെ എഫ് വരുന്നത്? f = സെറ്റ് 1a, പിന്നെ 2b, 3c. എഫ് എഴുതി. എന്താ എഫ് ഇൻവേഴ്സ്? ഞാൻ നേരത്തെ ഒരിക്കലും എഫ് ഇൻവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ തിരിച്ചാണ് വരുന്നത്. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ എഫ് ഇൻവേഴ്സ് അവിടെ തിരിച്ചാണ് വരുന്നത്. സോ എഫ് ഇൻവേഴ്സ് എ = 1, പിന്നെ എഫ് ഇൻവേഴ്സ് ബി = 2, എഫ് ഇൻവേഴ്സ് സി = 3. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയില്ലേ, അതിന് ഒന്നുകൂടി ഇൻവേഴ്സ് എടുക്കാൻ. സോ ഇതിൻ്റെ ഇൻവേഴ്സ് ഇവിടെ കിട്ടിയ ഈ 3 എണ്ണത്തിൻ്റെയും പിന്നെ ഒരു ഇൻവേഴ്സ് എത്ര വരും? അത് എഫ് ഇൻവേഴ്സ് എ അല്ലേ, ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 1 കൊണ്ട് ഇവിടെ 1 എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് 1 എന്നർത്ഥം. മനസ്സിലായില്ലേ? ഈ ഹോൾ ഇൻവേഴ്സ്, അതായത് ഇത് കറങ്ങി അടിച്ച് ഈ 1-ൻ്റെ ഇമേജായിട്ട് പിന്നെയും വരും. എന്തായിരിക്കും അത്? എ. പിന്നെ ഇത് എഫ് ഇൻവേഴ്സ് ബി = 2, രണ്ട് സൈഡിൽ ഇൻവേഴ്സ് കൊടുത്തേ. എഫ് ഇൻവേഴ്സ് ബി ദ ഹോൾ ഇൻവേഴ്സ് = 2, എഫ് ഇൻവേഴ്സ് 2 അല്ലേ, 2-ൻ്റെ ഇമേജ് ഏതാണത്? ബി. പിന്നെ എഫ് ഇൻവേഴ്സ് സി അല്ലേ, ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് 3, 3-യുടെ ഇമേജ് എത്രയാണത്? സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഒന്ന് എഴുതാമോ? എന്താ എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്? വേണ്ടോ? ഇതാണ് എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. ഏതാണത്? 1a, പിന്നെ 2b, പിന്നെ 3c. ഇതായിരുന്നു നമ്മുടെ എഫ്. ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് = എന്ത് തന്നെ? എഫ് തന്നെ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. ഇത് വളരെ തിയറിറ്റിക്കലായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. നമുക്ക് അത്രയ്ക്കുള്ള കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതുകൊണ്ട് ഇത് ചെയ്താൽ മതിയാകും. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർമ്മയുണ്ടല്ലോ, എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്താണ് ഈ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് കണ്ടില്ലേ, ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. സോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു? 3 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3. സോ ഈ എഫ് ഓഫ് എക്സിൻ്റെ പകരം 3 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3 ഇട്ട് കൊടുക്കുക. ഇനിയത്തെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എഫ് ഓഫ് എന്നൊരു ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് എക്സ് എടുക്കണം. ശ്രദ്ധിച്ചോണം, എഫ് ഓഫ് എക്സിൽ ഈ എക്സ് ക്യൂബില്ലേ, ഈ എക്സ് ക്യൂബിലെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 3 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3. മനസ്സിലായില്ലേ? എഫ് ഓഫ് എക്സിൽ ഈ എക്സിന് പകരം 3 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3 ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? സോ നമുക്കൊന്ന് എഴുതാം. 3 മൈനസ് എക്സ് അല്ലേ, കേട്ടോ, ഇതാ എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3 എന്നാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എഫ് ഓഫ് കണ്ടോ, 3 മൈനസ് എക്സ് ക്യൂബ് അല്ലേ ദ ഹോൾ റേസ് ടു 1/3 ഇട്ട് കൊടുക്കണം. ഈക്വൽസ് 3 മൈനസ് കണ്ടോ, ഇത് കണ്ടോ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമാണ്. എന്താണത്? 3 മൈനസ് എക്സ് ക്യൂബ് അല്ലേ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ആകുമ്പം എ റേസ് ടു എം ഇൻറ്റു എൻ ആണല്ലോ, ദ ഹോൾ റേസ് ടു 1/3. ഈ 3യും 3യും ക്യാൻസൽ ആകും. ഈക്വൽസ് 3 മൈനസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3. ഈ 3യും മൈനസ് 3യും ക്യാൻസൽ ആകും. ഈ മൈനസ് അകത്തോട്ട് ചെല്ലും, മൈനസ് ഇൻറ്റു മൈനസ്. സോ പ്ലസ് എക്സ് ക്യൂബ് ദ ഹോൾ റേസ് ടു 1/3 ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമാണ്. എക്സ് റേസ് ടു 3 ഇൻറ്റു 1/3. 3യും 3യും ക്യാൻസലായി. എക്സ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി. ഇന്ന് ചെയ്ത ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടോ മാത്സിലെ വേറെ ഏതെങ്കിലുമൊക്കെ പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നന്നായി മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. എന്നാൽ മാത്രമേ തൊട്ടടുത്ത് ചെയ്യുന്ന കുറച്ചുകൂടി ടഫായിട്ടുള്ള വീഡിയോ നമുക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ.